നമസ്കാരം സുഹൃത്തുക്കളെ. റഷ്യക്കാരൻ വ്ളാഡിമിർ ഇങ്ങനെ പാടി തിമിർക്കുന്നത് കേട്ടില്ലേ? ഒപ്പം തന്നെ തൊട്ടടുത്ത കോളേജിലെ യൂറോപ്യൻ സ്റ്റുഡൻസിൻ്റെ ആട്ടവും പാട്ടും. ഒരു നല്ല നൈറ്റ് വൈബുള്ള ഈ ഹോട്ടൽ ഏതാണെന്നോ എവിടെയാണെന്നോ ആർക്കെങ്കിലും ഊഹിക്കാൻ കഴിയുമോ? 3 വർഷം മുമ്പ് എറണാകുളം കാക്കനാട് രാജഗിരി വാലിയിലുണ്ടായിരുന്ന പ്രൈം 7 ഫ്യൂഷൻ ധാബ എന്ന റെസ്റ്റോറൻറ്റിലെ രാത്രികാല കാഴ്ചകളായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടതെല്ലാം. ഒപ്പം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഈ റെസ്റ്റോറൻറ്റ് ഞാനായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. എൻ്റെ മെനുവും എൻ്റെ റെസിപ്പികളും എൻ്റെ വിഭവങ്ങളും മാത്രം വിളമ്പിയിരുന്ന എൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻ്റായിരുന്നു ഇത്. പല കാരണങ്ങളാൽ 3 വർഷം മുമ്പ് തന്നെ ഇത് ഞാൻ മറ്റൊരാൾക്ക് കൈമാറുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അത് നെല്ലിക്ക എന്ന പേരിൽ നല്ല പേര് കേട്ട കാക്കനാടുള്ള ഒരു കഞ്ഞിക്കടയാണ് കേട്ടോ. അവിടുത്തെ വ്യത്യസ്ത രുചിക്കൂട്ടുകളുള്ള കഞ്ഞികൾ രുചിച്ച് നോക്കാനായിട്ട് ഞാൻ അമ്മലിനൊപ്പം എത്തിയതാണ് അവിടെ. തൈര് കഞ്ഞി, പൊടിയരിക്കഞ്ഞി, ചീരക്കഞ്ഞി, മില്ലറ്റ് കഞ്ഞി, പഴങ്കഞ്ഞി, നെല്ലിക്ക സ്പെഷ്യൽ കഞ്ഞി, ഇങ്ങനെ തുടങ്ങിയ ഒത്തിരി വ്യത്യസ്തങ്ങളായ കഞ്ഞികളും, ചാള ഫ്രൈ, അയല ഫ്രൈ, കൊഴുവ ഫ്രൈ, ബീഫ് ഫ്രൈ, കപ്പ, മുളക് ചമ്മന്തി, ഇങ്ങനെയുള്ള കുറേ വിഭവങ്ങളുള്ള നാടൻ രുചികളുടെ ഒരു രുചിക്കലവറയാണ് കേട്ടോ ഈ നെല്ലിക്ക റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ അവിടെ നിന്നും അമൽ തിരഞ്ഞെടുത്തത് നെല്ലിക്ക സ്പെഷ്യൽ കഞ്ഞിയും ഞാൻ പൊടിയരിക്കഞ്ഞിയുമാണ്. അതിനൊപ്പം കഴിക്കാനായി മറ്റൊരു മൺപ്ലേറ്റിൽ കടലത്തോരനും മുളക് ചമ്മന്തിയും ഉപ്പിലിട്ട മാങ്ങയുടെ കുറച്ച് കഷ്ണങ്ങളും തരുന്നുണ്ട്. 4 വർഷം മുമ്പ് കൊറോണക്കാലത്ത് ഈ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ആദ്യമായി ഇവിടെ വന്നപ്പോഴും അമൽ എനിക്കൊപ്പം ഉണ്ടായിരുന്നു. അമലാണ് എൻ്റെ ഏറ്റവും പഴയ സുഹൃത്ത് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കും അവനും 4 വയസ്സുള്ളപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള സ്ഥലം മേടിച്ച് വീട് വെച്ച് അവിടെ താമസക്കാരനാക്കിയ അയൽവക്കംകാരനായിരുന്നു അമൽ. പിന്നീട് ഞങ്ങൾ ഒരു സ്കൂളിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച സഹപാഠികളും ഒരു വീട്ടിൽ കളിച്ചു വളർന്ന സുഹൃത്തുക്കളുമായി. ഫാസ്റ്റ് ഫുഡും ആധുനിക രീതിയിലുള്ള കൊഴുപ്പേറിയ ഭക്ഷണങ്ങളും കഴിച്ചു മടുത്ത പുതിയ തലമുറ പഴമയിലേക്കുള്ള തിരിച്ചുപോക്കിന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ഈ റെസ്റ്റോറൻറ്റിൽ എല്ലാ സമയത്തും നല്ല തിരക്കാണ് കേട്ടോ. ഞങ്ങൾ കൈമാറിയ ഈ റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. വീണ്ടും ഇത്തരം വ്യത്യസ്തങ്ങളായ രുചിവിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജുകൾ ഫോളോ ചെയ്യാനും ഓർക്കുമല്ലോ അല്ലേ? വ്യത്യസ്തങ്ങളായ രുചിക്കൂട്ടുകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്രയിൽ മറ്റൊരു രുചിയെടുത്ത് വെച്ച് വീണ്ടും കാണാം. നന്ദി.